എല്ലാവർക്കും നമസ്കാരം. ഹോളിമാത അക്കാഡമിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറ്റഗറി കോഡ് 734/2024, പിന്നെ 380/2024 ഓവർസിയർ ഗ്രേഡ് 2 എക്സാമും അതോടൊപ്പം തന്നെ നമ്മുടെ ഓവർസിയർ ഗ്രേഡ് 3 വർക്ക് സൂപ്രണ്ട് ഗ്രേഡ് 2 എക്സാം ആണ് ഇന്ന് നവംബർ 22 നടന്ന എക്സാം. ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ LSTD എക്സാം ആയിരുന്നു. ഏറ്റവും കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി ആണ് നമ്മുടെ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ എന്ന് പറയുന്നത്. ഒരു എക്സാം സീസണിൽ ഈ വർഷത്തെ ലാസ്റ്റ് എക്സാം ആയിരുന്നു നമ്മുടെ ഇന്ന് നടന്ന എക്സാം. പക്ഷെ എക്സാമിന്റെ ലാസ്റ്റ് എക്സാം അല്ല, നമുക്ക് ഇനിയും എക്സാം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എ കോഡ് വെച്ചിട്ടുള്ള ഇന്നത്തെ ക്വസ്റ്റിന്റെ ഡിസ്കഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എ കോഡ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കീ ആണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പഠിച്ചതും നമ്മുടെ IT ടെക്സ്റ്റും റാങ്ക് ഫയലും വെച്ചിട്ടുള്ള പ്രോബബിൾ എക്സ്പെക്ടഡ് കീ ആണ് നമ്മളിവിടെ പറയുന്നത്. ഫൈനൽ കീ ആസ് പെർ PSC എന്താണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ബട്ട് ആസ് ടൈം ഇപ്പോഴത്തെ സമയം വെച്ചിട്ട് നമുക്ക് പ്രോബബിൾ കീ വെച്ചിട്ട് നമുക്ക് ഡിസ്കഷൻ നടത്താം. സോ ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Dash is a temporary framework which is useful for construction, demolition and maintenance or repair work എന്നാണ് പറയുന്നത്. അപ്പൊ ആൻസർ ഇവിടെ സ്കഫോൾഡിംഗ് ആണ് വരുന്നത്. നമ്മൾ കൺസ്ട്രക്ഷൻ സമയത്ത് മെയിൻ്റനൻസിന്റെ സമയത്ത് ഒക്കെ പണിയുന്ന ഒരു ഫോം വർക്ക് ആണല്ലേ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. ബാക്കി കോഫർ ഡാം, ഷോറിംഗ് ഒക്കെ മറ്റേ ബിൽഡിങ്ങിന്റെ റിപ്പയറിംഗിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും കൺസ്ട്രക്ഷന്റെ സമയത്ത് ചെയ്യുന്നത്, അതായത് ഡിമോളിഷന്റെ സമയത്ത് മാത്രം നമുക്ക് ഷോറിംഗ് ഡൗട്ട് വരാം. പക്ഷെ കറക്റ്റ് ആൻസർ ഇവിടെ സ്കഫോൾഡിംഗ് തന്നെയാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ടു ഗീവ് പ്രൊട്ടക്ഷൻ ടു ദ ബിൽഡിംഗ് അഗെയിൻസ്റ്റ് റെയിൻ, ഹീറ്റ്, സ്നോ, wind, which part of the building is constructed in the framework in a form of framework എന്നാണ് ചോദ്യം. അപ്പോ ഇവിടെ രണ്ട് ചോദ്യങ്ങൾ, ട്രസ്സും വരാം റൂഫും വരാം. പക്ഷെ നമ്മൾ ഡെഫിനിഷൻ എടുത്ത് റൂഫിന്റെ ഡെഫിനിഷൻ ആയിട്ട് പറയുന്നതാണ് ഒരു ബിൽഡിംഗ് വിച്ച് ഇസ് ദിസ് റൂഫ് ഇസ് എ സ്ട്രക്ചർ വിച്ച് ഗീവ്സ് പ്രൊട്ടക്ഷൻ ഓഫ് ദ ബിൽഡിംഗ് അഗെയിൻസ്റ്റ് റെയിൻ, ഹീറ്റ്, സ്നോ, വിൻഡ് എന്നുള്ളത്. നമുക്കിവിടെ ഒരു ആസ് എ ഫോം ഓഫ് ഫ്രെയിംവർക്ക് എന്നുള്ളൊരു ഡൗട്ട് വരാം. അപ്പോൾ നമ്മൾ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്ന കീ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി റൂഫ് ആണ് കേട്ടോ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. നെയിം ദ ടൂൾ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ കട്ടിംഗ് സോഫ്റ്റ് ബ്രിക്ക്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സ്കച്ച് ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. സ്കച്ച്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ. Which of the following types of wall is constructed to divide the space within the building? ഒരു ബിൽഡിങ്ങിന്റെ അകത്ത് പാർട്ടീഷൻ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാളാണ് പാർട്ടീഷൻ വാൾ. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ ആണ് നമ്മുടെ പ്രോബബിൾ കീ ആയിട്ട് വരുന്നത്. ഇനി ഫിഫ്ത് ക്വസ്റ്റ്യൻ. The name the type of construction the stone of irregular size are used. ഇറഗുലർ സ്റ്റോൺ വെച്ചിട്ട് യൂസ് ചെയ്യുന്ന മേസണറി ആണ് നമ്മൾ റബിൾ മേസണറി എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ എ ആണ് വരുന്നത്. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ. ഡാഷ് ഡോർ ഇസ് എസെൻഷ്യലി കൺസിസ്റ്റ് ഓഫ് സെൻട്രലി പ്ലേസ്ഡ് മുലിയൻ ഓർ പിവറ്റഡ് ഇൻ എ സർക്കുലാർ ഓപ്പണിംഗ്. നമ്മൾ റിവോൾവിംഗ് ഡോറിൽ സെൻട്രലി പ്ലേസ്ഡ് മുലിയനും 4 റിവോൾവിംഗ് ഡോർ റേഡിയേറ്റിംഗ് ഡോർസ് ഉണ്ട് ഇൻ എ വെസ്റ്റിബ്യൂൾ, സർക്കുലാർ ഓപ്പണിംഗ് ഓഫ് വെസ്റ്റിബ്യൂൾസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇവിടുത്തെ ആൻസർ പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി സെവൻത് ക്വസ്റ്റ്യൻ. In either of stone or brick masonry, which of the following term is used to determining the finishing, determine to denote the finishing of the mortar joint? Brick masonry ആയാലും stone masonry ആയാലും mortar joint finish ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ pointing എന്ന് പറയുന്നത്. ഇനി 8th question. Which type of window is provided on a sloping roof of a building? സ്ലോപ്പിംഗ് റൂഫിൽ നമുക്ക് രണ്ട് വിൻഡോസ് വരാം, സ്കൈലൈറ്റും ഡോമറും. ഓപ്ഷൻസിൽ ആകെ ഡോമർ വിൻഡോ ഉള്ളൂ. അപ്പൊ പ്രോബബിൾ കീ എന്ന് പറയുന്നത് ഡോമർ വിൻഡോ ആണ്. ഇനി 9th ക്വസ്റ്റ്യൻ. ഓക്കെ, 9th ക്വസ്റ്റ്യനില് ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ മെനി ഡേയ്സ് റിക്വയർഡ് ടു റിമൂവ് ദ ഫോം വർക്ക് ഓഫ് ദ സ്ലാബ് എക്സ്ക്ലൂഡിംഗ് പ്രോപ്സ്? അപ്പൊ പ്രോപ്സ് മാറ്റാണ്ട് എത്ര ദിവസം വേണം നമുക്ക് ഫോം വർക്ക് റിമൂവ് ചെയ്യാനാണ് സ്ലാബിന്റെ കേസിൽ? അപ്പൊ ഓപ്ഷൻസിൽ ഇവിടെ 4 days, 7 days, 14 days ആൻഡ് 1 days ആണ്. അപ്പൊ സോഫിറ്റ് ഓഫ് ദ സ്ലാബ് റിമൂവ് ചെയ്യുക, പ്രോപ്പ് തിരിച്ചു വെക്കാൻ നമ്മൾ 3 days ആണ് പറയാറുള്ളത്. പിന്നെ പ്രോപ്സ് റിമൂവ് ചെയ്യാനാണ് നമ്മുടെ സ്പാൻ ലെസ് ദാൻ 4.5 7 ഡേയ്സും സ്പാൻ ഗ്രേറ്റർ ദാൻ 4.5 14 ഡേയ്സ് എന്നുള്ളതും. അപ്പൊ ഇവിടെ ഓപ്ഷൻസിൽ നമുക്ക് 4 day പറയാൻ പറ്റില്ല. നമുക്ക് സോഫ്റ്റ്വിറ്റിൽ പറയില്ല, സ്ലാബിന്റെ കേസിൽ പറയുന്ന ഫോം വർക്ക് റിമൂവിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് ഓൺലി ഐദർ 3 days, 7 days or 14 days എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന കീ എന്ന് പറയുന്നത് 7 days ആണ്. ഓക്കെ, ഓപ്ഷൻ നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ 10. The vertical member fixed between the steps and the handrail is known as. സ്റ്റെപ്പിന്റെ ഹാൻഡ് ഇടയിലുള്ള വെർട്ടിക്കൽ മെമ്പർ ആണ് ഓപ്ഷൻസിലുള്ളത്. ബാലുസ്റ്റർ ആണ് കറക്റ്റ് ആൻസർ. ഇനി 11th ക്വസ്റ്റ്യൻ. ഇൻ സ്റ്റോൺ മേസണറി the thrust stone should be provided at. അപ്പൊ നമ്മൾ സ്ട്രെങ്തനിങ്ങിന് വേണ്ടി പ്ലേസിംഗ് കോഴ്സ് ഒക്കെ കൊടുക്കും. ആ സമയത്ത്
ഫുൾ ഡെപ്തി കൊടുക്കുന്ന സ്റ്റോണിനെയാണ് ത്രഫ് സ്റ്റോൺസ് എന്ന് പറയുന്നത്. അത് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1.5 മീറ്റർ ഒരു കോഴ്സ് കഴിയുമ്പോൾ നമ്മൾ ത്രഫ് സ്റ്റോൺസ് പ്രൊവൈഡ് ചെയ്യണം. ആൻസർ ബി ആണ് 11th ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 12th ക്വസ്റ്റ്യൻ, വിച്ച് ടേം ഇൻ ദ staircase is called as outer projection of the thread. സ്റ്റെയർകേസിന്ന് ത്രെഡിന്ന് പ്രൊജക്ട് ചെയ്യുന്ന ഭാഗത്തിന്റെ പേരാണ് ചോദിച്ചേക്കുന്നത്. നോസിംഗ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 13th ക്വസ്റ്റ്യൻ, in which type of bone we can see 19 cm by 9 cm side of the brick in the wall face. Wall faceൽ നമുക്ക് 19 by 9 ഡയമെൻഷൻ കാണുന്നത് സ്ട്രെച്ചറിന്റെ ഡയമെൻഷൻ ആണ് നമുക്ക് 19 by 9 cm ആയിട്ട് കാണുന്നത്. ഇനി 14th ക്വസ്റ്റ്യൻ, the function of dash is to make paint thin so that it can be easily applied on the surface. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഓഫ് പെയിന്റില് സർഫസ് ആപ്ലിക്കേഷൻ സ്മൂത്ത് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് സോൾവെന്റ്. അപ്പൊ 14th ക്വസ്റ്റ്യൻ സോൾവെന്റ് ആണ് വരുന്നത്. ഇനി 15th ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് കൺസ്ട്രക്റ്റഡ് എബോവ് ഡോർസ് ആൻഡ് വിൻഡോസ്. നമുക്ക് ലിൻഡലും ആർച്ചും നമ്മൾ എബോവ് ദ ഓപ്പണിംഗ് ആണ് പറയാറ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ലിൻഡൽ വരാൻ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ലിൻഡൽ ഇസ് കൺസ്ട്രക്റ്റഡ് എബോവ് ഡോർസ് ആൻഡ് വിൻഡോ ആയിട്ടാണ് നമ്മൾ കീ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി 16th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഗീവൻ അൾട്രാ സ്ട്രെങ്ത് ടു സിമെന്റ്. അപ്പൊ അൾട്രാ സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു ടേം ഇച്ചിരി കൺഫ്യൂസിംഗ് ആണ്. നമുക്കത് ഫൈനൽ സ്ട്രെങ്ത് ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ അൾട്രാ സ്ട്രെങ്ത് ഫൈനൽ സ്ട്രെങ്ത് ആയിട്ട് സിമെന്റ്. അപ്പൊ സിമെന്റിന്റെ ഫൈനൽ സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് തരുന്ന ഒരു വേർച്ച് കോമ്പൗണ്ട് ആണ് ഡൈകാൽഷ്യം സിലിക്കേറ്റ് എന്നുള്ളത്. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കീ എന്ന് പറയുന്നത് ബോക്സ് ആണ്. ഓക്കെ, ഇനി 17th ക്വസ്റ്റ്യൻ, നെയിം ദ ടൈപ്പ് ഓഫ് സിമെന്റ് ദാറ്റ് ഇസ് സ്യൂട്ടബിൾ ഫോർ കനാൽ ലൈനിങ്. കനാൽ ലൈനിങ് സോയിൽ വരുന്ന സ്ഥലങ്ങള് അവിടെയെല്ലാം നമ്മൾ പറയുന്നത് സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റ് ആണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി 18th ക്വസ്റ്റ്യൻ, സ്ലം ടെസ്റ്റ് ഇസ് ക്യാരിഡ് ഔട്ട് ടു ഡിറ്റർമൈൻ ഡാഷ് ഓഫ് ദ ഫ്രഷ് കോൺക്രീറ്റ്. അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സ്ലം ടെസ്റ്റ് നമ്മൾ വർക്കബിലിറ്റി കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നത്. ഇനി 19th ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്, സിമ്പിൾ പ്രോബ്ലം ആണ്. വാട്ടർ സിമെന്റ് റേഷ്യോ വെച്ചിട്ട് വാട്ടർ സിമെന്റ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ 1 bag of water required for 1 bag of cement is 30 liters ആണെങ്കിൽ what is the water cement ratio എന്നാണ് ചോദ്യം. അപ്പൊ 1 bag നമുക്ക് 50 kg എന്ന് അറിയാം. പിന്നെന്താ ഡെൻസിറ്റി ഓഫ് വാട്ടർ വെച്ചിട്ട് 1 kg is 1 liter. അപ്പൊ 30 by 50 ചെയ്യുമ്പോൾ നമുക്ക് 0.6 ആണ്. 0.6 ആണ് നമ്മുടെ വാട്ടർ സിമെന്റ് റേഷ്യോ ആയിട്ട് വരുന്നത്. ഇനി 20th ക്വസ്റ്റ്യൻ. Okay, 20th question, name the member which support the covering material of the sloping roof എന്നാണ്. ഇത് റിപ്പീറ്റഡ് PYQ ആണ്. നമ്മുടെ ഈ വർഷം നടന്ന എക്സാമിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബാറ്റൻ ആണ്. ബാറ്റൻ. ഇനി 21, ഡാഷ് റോക്സ് ആർ ഫോംഡ് ഫ്രം ദ സോളിഡിഫിക്കേഷൻ ഓഫ് മോൾട്ടൻ മാറ്റർ മാഗ്മ. ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്കിൽ നമ്മൾ പറയുന്നതാണ് ഇഗ്നിയസ്, സെഡിമെന്ററി ആൻഡ് മെറ്റമോർഫിക്. ആ ഓപ്ഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ ഇഗ്നിയസ് റോക്ക് ആണ് നമ്മൾ പറയുന്നത്. മോൾട്ടൻ മാഗ്മ കൊണ്ടുണ്ടാവുന്ന റോക്സ് ഒക്കെ ഇഗ്നിയസ് റോക്കിന്റെ കാറ്റഗറീസിൽ വരും. ഇനി 22, the piece of brick cut along the center of bed in such a way that its length is equal to that of full brick. ഒരു ബ്രിക്ക് നമ്മൾ പകുതിക്ക് വെച്ച് കട്ട് ചെയ്തു, പക്ഷെ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫുൾ ബ്രിക്കിന് തന്നെ ഈക്വൽ ആയിട്ട് വരും. ഇതിന്റെ ആൻസർ നമ്മുടെ ക്വീൻ ക്ലോസർ ആണ്. ഓക്കെ, 23rd, ഡാഷ് ഇസ് ഫിക്സഡ് ഓൺ ദ എക്സ്റ്റേണൽ ഡോർ വേർ എ പാഡ്ലോക്ക് ഇസ് ടു ബി യൂസ്ഡ്. അപ്പൊ പാഡ്ലോക്കിൽ യൂസ് ചെയ്യുന്ന ബോൾട്ട് ഏതെന്നാണ് ചോദ്യം. ആൽഡ്രോപ്പ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 24, name the grade of sand if fineness modulus of the sand is 2.5. നമുക്ക് ഫൈനസ് മോഡുലസിന്റെ ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് 2.2 വെച്ചിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 2.2 to 2.6 ആണ് ഫൈൻ സാൻഡ്, 2.6 to 2.9 ആണ് മീഡിയം സാൻഡ്, 2.9 to 3.2 കോഴ്സ് സാൻഡ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ 2.5 എന്ന് പറയുന്നത് ഫൈൻ സാൻഡിന്റെ ഫൈനസ് മോഡുലസിൽ വരുന്ന ഒരു റേഞ്ച് ആണ്. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കീ എന്ന് പറയുന്നത് ബോക്സ് ആണ് കേട്ടോ. ഇനി 25, ചൂസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് അലുമിന ഇൻ ദ ബ്രിക്ക് എർത്ത് എന്ന് പറയുന്നത് അലുമിന ടു ഇമ്പാർട്ട് പ്ലാസ്റ്റിസിറ്റി ആണ് നമ്മൾ ബ്രിക്കിൽ പറയുന്നത്. ഇനി 26, ദ പർപ്പസ് ഓഫ് ഡൂയിങ് സീസണിങ് ടു ദ ടിമ്പർ. സീസണിങ് ചെയ്യുമ്പോൾ നമ്മൾ റിമൂവ് ദ സാപ്പ്, റിമൂവ് ദ മോയ്സ്ചർ, റിമൂവ് ദ വാട്ടർ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി 27, വിച്ച് അപ്പാരറ്റസ് ഇസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ദ സൗണ്ട്നെസ് ഓഫ് ദ സിമെന്റ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലെ, ലേ ചാറ്റ്ലിയേഴ്സ് അപ്പാരറ്റസിലാണ് നമ്മൾ സൗണ്ട്നെസ് ഓഫ് ദ സിമെന്റ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തതും സിമെന്റിന്റെ ഒരു ചോദ്യം. ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ആസ് പെർ IS സ്പെസിഫിക്കേഷൻ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ എന്നുള്ളത്. അപ്പൊ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 30 മിനിറ്റ് ആണ് കറക്റ്റ് ആൻസർ. ഇനി നമ്മുടെ 29th ക്വസ്റ്റ്യൻ, ഏജ് ഓഫ് ദ ട്രീ ക്യാൻ ബി നോൺ ബൈ എക്സാമിനിങ്. നമുക്ക് ആനുലാർ റിംഗ്സ് ഉണ്ട്, സാപ്പ് വുഡ്, ഹേർഡ് വുഡ് വെച്ചിട്ടുള്ള ആനുലാർ റിംഗ്സിന്റെ നമ്പർ എണ്ണി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഏജ് ഓഫ് ദ ട്രീ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
ഇനി അടുത്ത ചോദ്യം RCC എന്നുള്ളത് വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ദ കോമ്പണ്ടന്റ് ഇൻ ദ ഗ്രേഡ് M20? M20യുടെ മിക്സ് റേഷ്യോ ആണ് ചോദിച്ചത്. 1.53 ആണ് ആൻസർ. ഇനി 31 ആസ് പെർ IS 456/2000 ദ മിനിമം ഗ്രേഡ് ഓഫ് 4 പ്ലെയിൻ ആൻഡ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് വർക്കേഴ്സ്. അപ്പൊ ഇവിടെ IS 456 പ്രകാരമാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണ് ചോദിച്ചത്. RCC ആണെങ്കിൽ നമുക്ക് M20 പറയാം. പക്ഷെ ഇവിടെ പ്ലെയിൻ ആൻഡ് റീഇൻഫോഴ്സ്മെന്റ്, അത് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റിലും റീഇൻഫോഴ്സ്മെന്റ് കോൺക്രീറ്റിലും എന്തെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. പ്ലെയിൻ ആണെങ്കിൽ M15 ആണ് IS 456 പറയുന്നത്, RCCക്ക് M20. പക്ഷെ നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ M15 ഇല്ല, 30, 20, 10, 25 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ കീ ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് M20 ആണ്. ഇവിടെ ക്വസ്റ്റിനിൽ ഒരു പ്രശ്നമുണ്ട്, എന്നാലും നമുക്ക് ഇതിന്റെ കീ M20 ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി 32 the distance between the line of action of the resultant compression and the line of action of resultant tension. അപ്പൊ നമ്മൾ RCCയിൽ ടെൻഷൻ, കംപ്രഷനും ടെൻഷനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനാണ് ലിവർ ആം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി 33 pick up the correct statement as per IS 456/2000 the cross sectional area of the longitudinal reinforcement shall not be less than 0.6% ഗ്രോസ് ക്രോസ് സെക്ഷണൽ ഏരിയ ഫോർ ദ കോളം. കോളത്തിന്റെ കേസാണ് ഇവിടെ പറയുന്നത്. ഇനി ദ ബാർ ഷാൽ നോട്ട് ബി ലെസ് ദാൻ 12 mm ഡയാമീറ്റർ. അപ്പൊ കോളത്തിൽ നമ്മൾ മിനിമം AST എന്ന് പറയുന്നത് 0.8% ഓഫ് ഗ്രോസ് സെക്ഷണൽ ഏരിയ. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പിന്നെ 12 mm ഡയാണ് മിനിമം ഡയ ഓഫ് ദ ബാർ ആയിട്ട് പറയുന്നത്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കീ എന്ന് പറയുന്നത് only 2, അതായത് ഓപ്ഷൻ ബി ആണ്. ഇനി 34 ആസ് പെർ IS 456/2000 the degree of workability required for the placing conditions of the French filling. French fill ചെയ്യുന്ന കോൺക്രീറ്റിന്റെ പ്ലേസിംഗ് കണ്ടീഷൻ ആണ് ചോദ്യം. സോ ഹൈ വർക്കബിലിറ്റി ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് ബോക്സ് ആയിട്ട് ആൻസർ പ്രെഡിക്റ്റ് ചെയ്യാം. ഇനി 35 പിക്ക് അപ്പ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഗ്രാവിറ്റി വാളിനെ പറ്റിയാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഗ്രാവിറ്റി റിറ്റൈനിങ് വാൾ റെസിസ്റ്റ് ദ ബാക്ക് ഫില്ലിംഗ് പ്രഷർ ആൻഡ് റിമെയിൻ സ്റ്റേബിൾ ബൈ ഇറ്റ്സ് ഓൺ വെയിറ്റ്. അതിന്റെ വെയിറ്റ് കൂടിയാണ് അതിന്റെ റീസ്റ്റെയറിംഗ് കപ്പാസിറ്റി ഗ്രാവിറ്റി വാൾ ചെയ്യുന്നത്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഗ്രാവിറ്റി വാൾ ഹാവ് ടു ബി മാസീവ് ടു അവോയ്ഡ് ടെൻസൈൽ സ്ട്രെസ്. നമ്മൾ ടെൻസൈൽ സ്ട്രെസ് മിഡിൽ തേർഡിൽ റിസൾട്ടന്റ് വന്നാൽ ടെൻസൈൽ സ്ട്രെസ് അവോയ്ഡ് ചെയ്യാം. ഗുഡ് ഇൻ കംപ്രഷൻ ആണ്, അങ്ങനെയാണെങ്കിൽ ഗ്രാവിറ്റി വാൾ സേഫ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇവിടെ കറക്റ്റ് ആണ്. ബോത്ത് 1 and 2 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കീ. ഇനി 36 pick up the correct statement. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് distribution reinforcement is provided in the longer span of one way slab. Along the longer span എന്നാണ് ചോദ്യം. പിന്നെ distribution steel is kept above the main steel. So distribution reinforcement ഓക്കെ, നമ്മൾ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഷോർട്ടർ സ്പാനിലാണ് വെക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ലോങ്ങർ സ്പാനിലാണ് വെക്കുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ ബാർ എന്ന് പറയുന്നത് മെയിൻ സ്റ്റീലിന്റെ പൊക്കത്തും ആണ് വെക്കുന്നത്. അപ്പൊ ഇവിടെ ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആ കറക്റ്റ്, ബോത്ത് 1 and 2 ആണ് കറക്റ്റ് ആൻസർ. ഇനി 37 ഇനി നമുക്ക് സ്റ്റീലിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ISMB 500 500 refers to എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഈ ബീമിന്റെ ഡെപ്ത് ആണ് ആ നമ്പർ ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഡെപ്ത് ഓഫ് ദ ബീം ആണ് ആൻസർ. ഓക്കെ. 38 the distance of the center of the bolt hole from the adjacent edge of the plate. എഡ്ജ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്കത് എഡ്ജ് ഡിസ്റ്റൻസ് ആയിട്ട് പറയാം. ഇനി 39 pick up the correct statement. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് battened column have same strength as laced column but are uneconomical. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് battens are not recommended for column subject to a eccentric loading. ഓക്കെ, ബാറ്റനും ലേസിങ്ങും നമ്മൾ കോമ്പൗണ്ട് കോളത്തിൽ യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ് ആണ്. അപ്പൊ രണ്ടും സ്ട്രെങ്ത് സെയിം ആണ്. ബാറ്റൻഡ് ആയാലും ലേസ്ഡ് ആണെങ്കിലും സ്ട്രെങ്ത് സെയിം ആണ്. പക്ഷെ ബാറ്റൻസിൽ കുറച്ചും കൂടി മെറ്റീരിയൽസ് കയറി വരുന്നതുകൊണ്ട് അതാണ് എക്കണോമിക്കൽ ആണ്. ഇനി ശരിയാണ്, നമ്മൾ എക്സെൻട്രിക് ലോഡിംഗ് കണ്ടീഷനിൽ ബാറ്റൻഡ് അല്ല ലേസിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാവുന്ന ആൻസർ ബോത്ത് 1 and 2 ഓപ്ഷൻ സി ആണ്. ഇനി 40th ക്വസ്റ്റ്യൻ ദ ഫെയിലിയർ ഓഫ് ദ ടെൻഷൻ മെമ്പർ അറ്റ് ദ എൻഡ് കണക്ഷൻ along a path involving tension on one plane and shear on the perpendicular plane. നമ്മൾ ബ്ലോക്ക് ഷിയർ ഫെയിലിയറിൽ എൻഡ് ഓഫ് ദ കണക്ഷൻ മെമ്പറിൽ ഒരു 1, 2, 3, 4 സെക്ഷൻ ഒക്കെ എടുത്ത് ഒരു സെക്ഷനിൽ പെർപെൻഡിക്കുലർ സെക്ഷനിൽ നമ്മുടെ ടെൻഷൻ ഫെയിലിയറും ബാക്കി 2 സെക്ഷൻ പെർപെൻഡിക്കുലർ സെക്ഷനിൽ ഷിയർ ഫെയിലിയറും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ എന്ന് പറയുന്നത് ബ്ലോക്ക് ഷിയർ ഫെയിലിയർ ആണ്. ഇനി 41 which water connection is provided before the water that enters the water meter into the house.
നമ്മൾ വാട്ടർ കണക്ഷൻ എടുക്കുമ്പോൾ നമ്മുടെ മെയിൻ പൈപ്പിൽ നിന്ന് ഫെറൂൾ എടുത്ത് ജ്യൂസിനകത്ത് വഴി സ്റ്റോപ്പ് ടോക്ക് വഴിയാണ് നമ്മുടെ വാട്ടർ മീറ്ററിലേക്ക് കയറുന്നത്. അപ്പോൾ നമ്മുടെ ഔട്ട്സൈഡ് ദ കോമ്പൗണ്ട് വോൾ ആണ് നമ്മുടെ സ്റ്റോപ്പ് ടോക്ക് ഇരിക്കുന്നത്. ഇത് വാട്ടർ മീറ്ററിന് മുന്നേ ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ 41ന്റെ ആൻസർ സ്റ്റോപ്പ് ടോക്ക് ആണ്. ഇനി 42. Pick up the correct statement. First statement, slow sand filters are best suited for smaller plants. Second statement, the cleaning of the slow sand filters is not done by backwashing. അപ്പോൾ സ്ലോ സാൻഡ് ഫിൽറ്ററിനെ പറ്റിയാണ് ചോദ്യം. നമ്മൾ സ്മോളർ പ്ലാന്റ്സിലാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഫിൽട്രേഷൻ റേറ്റ് കുറവാണ്, 100 to 200 ലിറ്റർ മീറ്റർ സ്ക്വയർ പെർ അവർ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇത് ലാർജ് ഏരിയയ്ക്ക് വേണ്ടി ചെയ്യുന്നു. പിന്നെന്താ, എക്കണോമിക്കലാണ്, എഫിഷ്യന്റ് ആണ്. പക്ഷെ നമുക്ക് കുറച്ച് സ്ഥലത്ത് സ്മോളർ പ്ലാന്റ്സിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ക്ലീനിങ് ഓഫ് സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സ് ബൈ സ്ക്രാപ്പിംഗ് ആണ്. ബാക്ക് വാഷിംഗ് നമ്മൾ റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ ബോത്ത് 1 and 2 ഓപ്ഷൻ സി ആണ്. ഇനി മോസ്റ്റ് പ്രീഡോമിനന്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ അണ്ടർഗ്രൗണ്ട് സ്യൂവർ പൈപ്പ്. ഇപ്പൊ പൈപ്പിൽ കൂടി പോകുമ്പോൾ ഫുള്ളി ഇന്റേണൽ പ്രഷർ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ടെൻസൈൽ ഫോഴ്സ് പറയാം. പക്ഷെ നമ്മുടെ സ്യൂവർ പൈപ്പാണ് ഇവിടുത്തെ ചോദ്യം. സ്യൂവർ പൈപ്പ് നമ്മൾ ഫുൾ ഫ്ലോ കണ്ടീഷനിലേക്കല്ല നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഒരു 2/3 ഫോൾ അല്ലെങ്കിൽ ഓപ്പൺ ചാനൽ ഫ്ലോ ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് പുറത്തുനിന്ന് എക്സ്റ്റേണൽ ലോഡ് ആയിട്ടുള്ള കംപ്രസീവ് ഫോഴ്സ് ആണ് അതിൽ കൂടുതലായിട്ടും വരാൻ പോകുന്നത്. സോ വി എക്സ്പെക്ട് ദാറ്റ് ഓപ്ഷൻ സി ആയിട്ടാണ് 43യുടെ ആൻസർ വരുന്നത്. ഇനി 44, പിക്ക് അപ്പ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെപ്റ്റിക് ടാങ്ക് ആണ് പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ കാര്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്, സെപ്റ്റിക് ടാങ്ക് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് എനേറോബിക് ഡികമ്പോസിഷൻ. കറക്റ്റ് ആണ്. എനേറോബിക് ആക്ഷൻ വഴിയാണ് സെപ്റ്റിക് ടാങ്കിൽ ഡികമ്പോസിഷൻ നടക്കുന്നത്. ഡിറ്റൻഷൻ പീരീഡ് ഓഫ് സെപ്റ്റിക് ടാങ്ക് ഇസ് ജനറലി വേരീസ് ടു 2 to 6 hours എന്നുള്ളത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ 12 to 24 hours ഒക്കെ പറയാറുണ്ട്. 1 days ഒക്കെ നമ്മളാണ് ഡിറ്റൻഷൻ പീരീഡ് ആയിട്ട് പറയുന്നത്. അപ്പോൾ only 1 ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി 45. The recommended spacing of manholes of sewer having diameter up to 0.3 meter. നമ്മൾ മാൻഹോൾ ഡയ വെച്ചിട്ട് സ്പേസിംഗ് പറയാറുണ്ട്. 0.3 മീറ്റർ നമ്മൾ പറയുന്നത് 45 മീറ്റർ സെന്റർ ടു സെന്റർ ആണ് സ്പേസിംഗ് ആയിട്ട് പറയുന്നത്. ഇനി 46, the area of the land acquired for road along its alignment. അതാണ് നമ്മുടെ റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത്. റൈറ്റ് ഓഫ് വേ ആണ് ഏരിയ ഓഫ് ലാൻഡ് അക്വയർഡ് along for the road along its alignment എന്ന് പറയുന്നത്. ഇനി 47, the road connecting important cities within the state. ഒരു സ്റ്റേറ്റിന്റെ അകത്ത് തന്നെ ഇമ്പോർട്ടന്റ് സിറ്റീസിനെ കണക്ട് ചെയ്യുന്ന റോഡ് ഏതാണെന്നാണ് ചോദ്യം. സ്റ്റേറ്റ് ഹൈവേ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. പിക്ക് അപ്പ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. A compound curve consists of series of 2 or more simple curves that turn in same direction and joined at the common tangent point. അപ്പൊ കോമ്പൗണ്ട് കർവ് ആണ്, ഡിഫറെന്റ് റേഡിയസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. സെയിം ഡയറക്ഷനിലാണ്, സീരീസ് ഓഫ് 2 or more simple curves that same in the same direction. ഒക്കെ കറക്റ്റ് ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, the reverse curve consists of 2 simple curves of opposite direction that joins in the common tangent point എന്നാണ്. ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പൊ നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് both A and B, both 1 and 2 എന്നുള്ള ഓപ്ഷൻ സി ആണ്. ഇനി 49, longitudinal movement of the rail in the track is known as creep of the rail ആണ് ഇതിന്റെ ആൻസർ. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എന്നൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് വന്നേക്കുന്നത് അല്ലെ. ഇനി 50th ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ്, flat footed rails have less strength and stiffness than bull headed rail എന്നുള്ളത്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമ്മൾ ഫ്ലാറ്റ് ഫുട്ടഡ് ആണ് കുറച്ചും കൂടി റിജിഡിറ്റി സ്റ്റിഫ്നെസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, നോ ചെയർസ് ആൻഡ് കീസ് ആർ റിക്വയർഡ് ഫോർ ഫ്ലാറ്റ് ഫുട്ടഡ് റെയിൽസ്. അത് കറക്റ്റാണ്. ചെയർസും കീസ് ഒക്കെ നമ്മൾ ബുൾ ഹെഡഡ് റെയിൽസ്, ഡബിൾ ഹെഡഡ് റെയിൽസിനൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്കിവിടെ only 2 ഓപ്ഷൻ ബി ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ. ഇനി 51, the important function of marshalling yards. നമ്മുടെ ട്രെയിനിന്റെ അവിടെ ട്രെയിൻസ് ആർ റിസെപ്റ്റഡ്, സോർട്ടിംഗ്, ഡിപ്പാർച്ചർ ഇതെല്ലാം നടക്കുന്ന ഒരു യാർഡ് ആയിട്ടാണ് മാർഷലിംഗ് യാർഡ് പറയുന്നത്. നമുക്കിവിടെ ഓൾ ഓഫ് ദിസ് ആയിട്ട് ആൻസർ വരാം. ഇനി 52, the medium which transfer load from superstructure of the bridge to substructure is called. ഒരു ബ്രിഡ്ജിന്റെ സൂപ്പർസ്ട്രക്ചറിൽ നിന്ന് ലോഡ് എടുത്ത് സബ്സ്ട്രക്ചറിൽ കൊടുക്കുന്ന ആളെയാണ് നമ്മൾ ബിയറിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സൂപ്പർസ്ട്രക്ചറിനെ സബ്സ്ട്രക്ചറിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരാളാണ് ബിയറിംഗ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ്. അടുത്തത് ഒരു പുതിയ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കാണാം. ബന്ദ്ര വോർലി സീ ലിങ്ക് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ബ്രിഡ്ജ് എന്നുള്ള ചോദ്യമാണ്. ഒരു ബ്രിഡ്ജിന്റെ പേര് എന്നിട്ട് അത് എന്ത് ടൈപ്പ് ഓഫ് ബ്രിഡ്ജ് എന്നാണ് ചോദ്യം വന്നേക്കുന്നത്. ഓക്കെ, ഇത് ബന്ദ്ര വോർലി സീ ലിങ്ക് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് ആട്ടോ. നമ്മുടെ സീസിലൊക്കെ സാധാരണ കൂടുതലായിട്ട് സസ്പെൻഷൻ ബ്രിഡ്ജും കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജും ഒക്കെയാണ് കൂടുതലായിട്ടും വരാറ്. ലെങ്ത് സ്പാൻ കൂടുതലായിരിക്കും. അപ്പൊ ഇതെന്തായാലും നമ്മുടെ കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് ആണ് നമ്മുടെ എക്സ്പെക്ട് ചെയ്യുന്ന കീ എന്ന് പറയുന്നത്. ഇനി 54, the type of loading recommended by IRC for temporary structures and for timber bridges. അപ്പൊ ലോഡിംഗ് കണ്ടീഷനിൽ നമ്മൾ ക്ലാസ് എ ബി സി എന്ന് പറഞ്ഞ ക്ലാസിംഗ് ഒന്നുമില്ല.
എന്തായാലും നമ്മൾ ടെമ്പററി സ്ട്രക്ചർ ടിമ്പർ വർക്സിലൊക്കെ ക്ലാസ് ബി ലോഡിംഗ് ആണ് നമ്മൾ പറയാറ്. ഇനി 55 ദ യൂഷ്വൽ ക്രോസ് സെക്ഷൻ അഡോപ്റ്റഡ് ഫോർ ടണൽസ്. ടണൽസിൽ യൂസ് ചെയ്യുന്ന ക്രോസ് സെക്ഷൻ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഡി സെക്ഷൻ, ഹോസ് ടു സെക്ഷൻ, സർക്കുലർ സെക്ഷൻ, ഓൾ ഓഫ് ദിസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാ സെക്ഷനും പല സ്ഥലത്തും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓൾ ഓഫ് ദിസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കീ കേട്ടോ. ഇനി 56 ദ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് A2 ഡ്രോയിങ് ഷീറ്റ്. സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 420/594 mm ആണ് A2 ഡ്രോയിങ് ഷീറ്റിന്റെ സൈസ്. ഇനി ഓട്ടോകാഡിലെ ഒരു ചോദ്യം, ഫില്ലറ്റ് കമാൻഡ് ഇസ് യൂസ് ടു പ്രൊഡ്യൂസ്. നമുക്ക് ഷാർപ്പ് കോർണേഴ്സും റൗണ്ട് കോർണേഴ്സും, റേഡിയസ് 0 ഇട്ട് എടുത്താൽ ഷാർപ്പ് കോർണേഴ്സ് കിട്ടും, നമുക്ക് റേഡിയസ് ഇട്ട് കൊടുത്താൽ റൗണ്ടഡ് കോർണേഴ്സ് ആയിട്ട് കിട്ടും. അപ്പൊ ഫില്ലറ്റ് വെച്ചിട്ട് നമുക്ക് ബോത്ത് ഷാർപ്പ് ആൻഡ് റൗണ്ട് കോർണേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി 58 പ്രൊജക്ഷൻ അഡോപ്റ്റഡ് ഫോർ ഡ്രോയിങ് ബിൽഡിംഗ് പ്ലാൻ. നമ്മൾ ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്. അത് വെച്ചിട്ടാണ് സാധാരണ പ്ലാൻ വരയ്ക്കും, പ്ലാനിന്റെ മുകളിൽ എലിവേഷൻ വരയ്ക്കും, ലെഫ്റ്റ് സൈഡ് വ്യൂ റൈറ്റ് സൈഡ് വ്യൂ ഒക്കെ വരയ്ക്കും. അതൊക്കെ നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ബേസ് ചെയ്തിട്ടാണ് ബിൽഡിംഗ് ഡ്രോയിങ്സിന്റെ പ്ലാൻസ് ഒക്കെ വരയ്ക്കുന്നത്. ഇനി 59 ഈ ലൈൻ ഒരു ചെയിൻ പിൻ ഡബിൾ ലൈൻ ആണ് ഈ ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്തെന്നാണ് ചോദ്യം. അപ്പൊ ഇത് ഇങ്ങനെ ആദ്യമായിട്ടാണ് ചോദിക്കുന്നത്. നമ്മൾ ഓരോ പേരുകളൊക്കെ പറയാറുണ്ട്, ABCD എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. അപ്പൊ ഈ ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലൈൻ ഓഫ് സിമെട്രി ആണ്. ഹിഡൻ ലൈൻ ഡാഷ് ആയിട്ട്, തിൻ ഡാഷ് ആയിട്ടും, വിസിബിൾ ഔട്ട്ലൈൻ, കണ്ടിന്യൂസ് തിക്ക്, സെക്ഷൻ ലൈൻ, ചെയിൻ ലൈൻ ആയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ലൈൻ നമ്മൾ ലൈൻ ഓഫ് സിമെട്രിക്കാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി 60th question. Polyline can be broken into individual lines and arcs using which of the following command? ഒരു പോളിലൈനിൽ അതിന് ഇൻഡിവിജ്വൽ കോമ്പണന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ എക്സ്പ്ലോഡ് എന്ന കമാൻഡ് യൂസ് ചെയ്താൽ പറ്റും. ഇനി 61 the ratio of total build-up area on all floors to the plot area is known as. ഓപ്ഷൻസ് കണ്ടാൽ തന്നെ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് മാത്രമേ നമുക്ക് പ്രത്യേകിച്ച് ആ ഒരു ഭാഗത്ത് നിന്ന് തന്നെ അല്ലെ. ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് ആണ് നമ്മുടെ ടോട്ടൽ ബിൽഡപ്പ് ഏരിയ ഡിവൈഡഡ് ബൈ പ്ലോട്ട് ഏരിയ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ IS കോഡ് ചോദിച്ചിട്ടുണ്ട്. ഇതാണ് IS കോഡ് ചോദിച്ചത്. ബിൽഡിംഗ് ബൈ ലോസിന്റെ ഒരു കോഡാണ്. നമ്മൾ BIS 1256/1967 ആണ് ബിൽഡിംഗ് ബൈ ലോസിന്റെ കോഡായിട്ട് പറയുന്നത്. ഇനി ഡയമെൻഷൻ ഓഫ് ദ ലെങ്ത് ഓഫ് ആരോ ഹെഡ് ഇസ്. ഇത് സ്ഥിരം ചോദിക്കുന്നതാണ്. ലെങ്ത് ഓഫ് ആരോ ഹെഡ് എന്ന് പറഞ്ഞാൽ 3 times വിഡ്ത്ത് അല്ലെങ്കിൽ ഡെപ്ത് എന്നൊക്കെ പറയാം. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. ഇനി അക്കോർഡിംഗ് ടു NBC the key plan is never drawn to a scale is less than. അപ്പൊ സ്കെയിൽ ഓഫ് പ്ലാൻ നമ്മൾ കീ പ്ലാൻ നോട്ട് സ്കെയിൽ ആണ് പറയാറ്. പക്ഷെ നമ്മുടെ IT ടെക്സ്റ്റിൽ ഒരു ബൈലോസിന്റെ പോർഷനിൽ കീ പ്ലാന്റെ സ്കെയിൽ പറയുന്നുണ്ട് 1 in 10,000. അതിൽ കുറയാൻ പാടില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇനി 65 minimum permissible covered area of the plot between 201 m² to 500 m². അപ്പോൾ പെർമിസിബിൾ കവേർഡ് ഏരിയയും പ്ലോട്ട് ഏരിയയും തമ്മിലൊരു ടേബിൾ ഒക്കെ ഉണ്ട്. നമ്മൾ 201 to 500 m² പറയുന്നത് 50% ആണ് കറക്റ്റ് ആൻസർ. ഇനി എസ്റ്റിമേറ്റ് പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ പ്ലിന്ത് ഏരിയ മൾട്ടിപ്ലൈ ബൈ ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്. ഈ പ്ലിന്ത് ഏരിയ കണ്ടു കഴിഞ്ഞാൽ പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് കൊടുക്കാൻ നമുക്ക് തോന്നും. പക്ഷെ പ്ലിന്ത് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പോൾ അത് ക്യൂബിക്കൽ കണ്ടന്റ് ആണ്. അപ്പൊ ഇവിടെ ആൻസർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ക്യൂബിക്കൽ കണ്ടന്റ് എസ്റ്റിമേറ്റ് ആണ്. ഇനി 67 ഫോർ പ്രിപ്പയറിംഗ് റേറ്റ്സ് ഓഫ് ഐറ്റംസ് പെർസെന്റേജ് ഓഫ് കോൺട്രാക്ടർ പ്രോഫിറ്റ് ഈസ് ആഡഡ് ആസ്. കോൺട്രാക്ടർ പ്രോഫിറ്റ് നമ്മൾ 10% ആയിട്ടാണ് പറയാറ്. ഓപ്ഷൻ C ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ. ഇനി 68 the revised estimate is prepared when. ഏത് സാഹചര്യത്തിലാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ടെക്നിക്കൽ സാങ്ഷൻ റിജക്റ്റഡ് അങ്ങനെയല്ല. നമ്മൾ ഒന്നില്ലെങ്കിൽ ടെക്നിക്കൽ സാങ്ഷനും റിവൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എത്ര ശതമാനം എക്സീഡ് ചെയ്യുമ്പോൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു പെർസെന്റേജ് പറയുന്നുള്ളൂ, അത് 10%. അത് എക്സീഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ആക്ച്വൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ? അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എക്സീഡ് ബൈ 10% ഫ്രം ആക്ച്വൽ സാങ്ഷൻ. പൈസയുടെ കണക്ക് നോക്കുമ്പോൾ 10% കൂടാൻ പാടില്ല. നമ്മൾ ടെക്നിക്കൽ സാങ്ഷൻ ആണെങ്കിൽ 5% ആണ് പറയാറ്. ഇനി 67 DPC ഡാം പ്രൂഫ് ഫോഴ്സ് ഇസ് മെഷേർഡ് ഇൻ ദ യൂണിറ്റ് ഓഫ്. നമ്മൾ തിക്നെസ് സ്പെസിഫൈഡ് ആയിട്ടാണ് DPC പറയാറ്. അപ്പൊ നമുക്ക് മീറ്റർ സ്ക്വയറിലാണ് നമ്മൾ DPC മെഷർ ചെയ്യുന്നത്. ഇനി 70 പ്ലിന്ത് ഏരിയ ഓഫ് ദ ബിൽഡിംഗ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. പ്ലിന്ത് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത സാധനം ഏതാണ് ചോദ്യം. ഏരിയ ഓഫ് ദ ഫ്ലോർസ് അറ്റ് ദ ഫ്ലോർ ലെവൽ പ്ലിന്ത് ഏരിയയിൽ പെടും. വോളിന്റെ ഏരിയ ഒക്കെ നമ്മൾ പ്ലിന്ത് ഏരിയയിൽ വരും. ഇന്റർണൽ ഷാഫ്റ്റ് ആൻഡ് സാനിറ്ററി ഇൻസ്റ്റലേഷൻ അപ് ടു 2 m². 2 m² വരെയുള്ള ഏരിയസ് ഒക്കെ പ്ലിന്ത് ഏരിയയിൽ കയറുന്നുണ്ട്. ലിഫ്റ്റ് ആൻഡ് വാൾ ഇൻക്ലൂഡിംഗ് ദ ലാൻഡിംഗ് ഇതെല്ലാം പ്ലിന്ത് ഏരിയയുടെ അകത്ത് വരും. ഏരിയ ഓഫ് ദ കാന്റിലിവേർഡ് പോർച്ച് എക്സ്ക്ലൂഡഡ് ഫ്രം ദ പ്ലിന്ത് ഏരിയ ആണ്. നമ്മൾ സപ്പോർട്ടഡ് പോർച്ചസ് ആണെങ്കിൽ പ്ലിന്ത് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഓപ്ഷൻ D ആയിട്ടാണ് നമ്മൾ ആൻസർ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി 71 the method of plane surveying can be used when the extent of area is less than. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എല്ലാം സ്ക്വയർ മീറ്റർ, അതായത് മീറ്റർ സ്ക്വയറിന്റെ യൂണിറ്റ് ആയിട്ടാണ് പറയുന്നത്. നമുക്ക് സ്ക്വയർ കിലോമീറ്റർ ആണ് നമ്മുടെ യൂണിറ്റ് ആയിട്ട് വന്നത്. പക്ഷെ നമുക്ക് എല്ലാ ഓപ്ഷൻസും വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രോബബിൾ ആയിട്ട് 250 ആൻസർ
കറക്റ്റ് ആണ്, പക്ഷെ കിലോമീറ്റർ സ്ക്വയർ ആണ് ശരിക്കും പറയേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഡി ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. ഇനി 72 the survey carried out to fix the boundary of the building site. അപ്പൊ ബൗണ്ടറി കണ്ടുപിടിക്കുന്ന സർവേ ഒക്കെ ചോദിക്കുന്നത് cadastral സർവേ ആണ്. Okay, 73. While leveling in undulated terrain, it is preferable to set up the instrument on undulating terrain. കയറി ഇറങ്ങി പോകുന്ന ടെറൈനിൽ നമുക്ക് ടോപ്പ് ഓഫ് ദി സമ്മിറ്റ് ആണോ ബോട്ടം ഓഫ് ദി വാലി ആണോ, അപ്പൊ പ്രോബബിൾ ആയിട്ട് നമുക്ക് വൺ സൈഡ് ഓഫ് ദി സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ കയറ്റവും ഇറക്കമൊക്കെ സിമ്പിൾ ആയിട്ട് എടുക്കാം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്, വൺ സൈഡ് ഓഫ് ദി സ്ലോപ്പ് എന്ന് പറയുന്നത്. 73. ഓക്കെ, ഇനി 74 സ്ഥിരം ചോദിക്കുന്നതാണ് കുറെ സ്കെയിൽസ് എന്നിട്ട് വിച്ച് ഇസ് ലാർജസ്റ്റ് വിച്ച് സ്മോളസ്റ്റ് എന്നൊക്കെയാണ് ചോദ്യം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഏതാണ് PSC ചോദിച്ചതെന്നുള്ളതാണ്. ഇപ്പൊ ഇത്തവണ ചോദിച്ചിരിക്കുന്നത് സ്മോളസ്റ്റ് തന്നെയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളതിനെയാണ് സ്മോളസ്റ്റ് സ്കെയിൽ എന്ന് പറയുന്നത്. നമ്മളെല്ലാം ഒരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം, 1:2 എന്ന് കൺവേർട്ട് ചെയ്യുക. അപ്പൊ ഇത് 1:1000 വരും, 1:5000, 1:10,000, 1:, പിന്നെ 10 കഴിഞ്ഞിട്ട് 3 0 ഫോർ കിലോ ആൻഡ് പിന്നെ 2 0 ഫോർ സെന്റിമീറ്റർ. അപ്പൊ ഏറ്റവും വലുതായിട്ട് വരുന്നത് ഇയാളായിരിക്കും, ഓപ്ഷൻ ഡി ആയിരിക്കും. 1 centimeter is equal to 10 kilometer ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കീ. ഇനി 75. To determine the length of bridge proposed to build across the a very wide river, the surveying method chose will be. ഒരു റിവറിന്റെ മേലെ ഒരു ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ അവിടെ ചെയ്യാൻ പറ്റുന്നത് ട്രയാങ്കുലേഷൻ സർവേ ആണ്. അപ്പൊ ട്രയാങ്കുലേഷൻ സർവേ വെച്ചിട്ടാണ് നമ്മൾ ലെങ്ത് എത്ര വരും എന്നൊക്കെ കണ്ടുപിടിക്കുന്നത് കേട്ടോ. ട്രയാങ്കുലേഷൻ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കീ. ഇനി 76. Reciprocal ranging is adopted when the which of the following is encountered. സ്ഥിരം നമ്മൾ നമ്മുടെ മോഡൽ എക്സാംസിലേക്ക് കാണുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. റെസിപ്രോക്കൽ റേഞ്ചിങ് റിവർ ആയിട്ട് മാറിപ്പോയത് ലെവലിംഗ് ആകുമ്പോഴാണ് റിവർ റെസിപ്രോക്കൽ റേഞ്ചിങ് ഹില്ലോക്ക് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, 77. The reduction of leveling by line of collimation method does not provide check on. The line of collimation method എന്താ, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് ആണ്. അവിടെ നമ്മൾ ഫോർ സൈറ്റും ബാക്ക് സൈറ്റും മാത്രമേ എടുക്കുന്നുള്ളൂ, ഇന്റർമീഡിയറ്റ് സൈറ്റ് എടുക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇന്റർമീഡിയറ്റ് സൈറ്റിന്റെ ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 78. Horizontal angle between the true meridian and the survey line is. True meridian and the survey line ന്റെ ആൻസർ നമുക്ക് ബിയറിംഗും അസിമുത്തും വരാം. അപ്പൊ നമുക്കിപ്പോ ബിയറിംഗ് ഓപ്ഷൻ ആയിട്ട് എടുക്കാം കേട്ടോ. ട്രൂ ബിയറിംഗ് വിത്ത് ലൈൻ ട്രൂ ബിയറിംഗ് ആണ്. അസിമുത്ത് വരാം സിഒ ഡി, നമുക്ക് സി എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി 79. If quadrantal bearing of the line is south 10 degree west, the whole circle bearing of the line is. അപ്പൊ സൗത്ത് വെസ്റ്റ് ആണ്, നമുക്ക് 180 കൂടി ആഡ് ചെയ്യുക, 180 കൂടി 10 ആഡ് ചെയ്യുമ്പോൾ 190 ഡിഗ്രി ആണ് നമ്മുടെ ബിയറിംഗ്, ഹോൾ സർക്കിൾ ബിയറിംഗ് ആയിട്ട് വരുന്നത്. ഇനി 80th question. Sensitivity of the bubble tube can be increased when. ഏതൊക്കെ ഫോളോയിങ് കേസസ് പറയണം. ഇൻക്രീസിംഗ് ദ റേഡിയസ്, ഓക്കെ. ഡിക്രീസിംഗ് ദ വിസ്കോസിറ്റി ഓഫ് ദ ലിക്വിഡ്, ഓക്കെ. ഇൻക്രീസിംഗ് ദ ലെങ്ത് ആൻഡ് ഡയമീറ്റർ ഓഫ് ദ ട്യൂബ്. അപ്പൊ നമ്മൾ ഫ്ലൂയിഡ് പാരാമീറ്റേഴ്സ് എല്ലാം കുറച്ച് ലെങ്ത് പാരാമീറ്റേഴ്സ് ഒക്കെ കൂടുമ്പോൾ നമുക്ക് സെൻസിറ്റിവിറ്റി കൂട്ടാം. ഇവിടെ ആൻസർ ഓൾ ഓഫ് ദിസ് ആണ് വരുന്നത്. ഇനി 81. ക്രോസ് ഡ്രെയിനേജ് വർക്ക് അഡ്മിറ്റിംഗ് ദ ഡ്രെയിനേജ് വർക്ക് ഇൻ ടു ദ കനാൽ. അപ്പോൾ കുറച്ച് ക്രോസ് ഡ്രെയിനേജ് വർക്ക് പറഞ്ഞിട്ടുണ്ട്. അക്യൂഡക്ട്, സൂപ്പർ പാസേജ്, സൈഫൺ, ലെവൽ ക്രോസിംഗ്, ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്. അപ്പൊ ഇതില് നമ്മുടെ കനാൽ, ഡ്രെയിനേജ് കനാലും കൂടി ഇന്റർമിങ്കിൾ ചെയ്യുന്നത്, അഡ്മിറ്റിംഗ് ഡ്രെയിനേജ് വാട്ടർ ഇൻ ടു കനാൽ, അതായത് കനാലിൽ നമ്മൾ സാധാ വെള്ളം കയറ്റുന്നതാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ലെവൽ ക്രോസിംഗ്, ഇൻലെറ്റ് ഔട്ട്ലെറ്റിലാണ് അവിടെ മിക്സിംഗ് സംഭവിക്കുന്നത്. അതെ, അപ്പൊ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഡ്രെയിനേജ് വാട്ടർ കനാലിലേക്ക്. സാധാരണ കേസിൽ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല, നമ്മൾ ട്രീറ്റഡ് വാട്ടർ ആണ് നമ്മൾ കനാലിൽ കൂടി കൊണ്ടുപോകണം. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിട്ടാണ് വരുന്നത്. ഇനി 82. An impervious or fairly impervious barrier put across a natural stream so that reservoir is formed. അപ്പൊ നമ്മളൊരു ഇംപെർമിയബിൾ ബാരിയർ കൺസ്ട്രക്ട് ചെയ്യുന്നതിനെ നമുക്ക് ഡാമോ വിയറോ പറയാം. പക്ഷെ റേസ് ദ വാട്ടർ ലെവൽ ഇൻ ദ റിവർ എന്ന് പറയുമ്പോഴാണ് നമ്മൾ വിയർ വന്നത്. ഒരു റിസർവോയർ ഫോം ചെയ്യണമെങ്കിൽ അവിടെ എന്തായാലും ഡാം പണിതാലേ റിസർവോയർ വരുള്ളൂ. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഡാം ആണ്. ഇനി 83. Canal which carries water to the agricultural fields. ഇത് നമ്മുടെ ഈ വർഷം നടന്ന PSC ക്വസ്റ്റ്യൻ ആണല്ലേ. അഗ്രികൾച്ചറൽ ഫീൽഡിലേക്ക് കൊണ്ടുപോകുന്ന കനാൽ, അത് എന്തായാലും നമ്മുടെ ഇറിഗേഷൻ കനാൽ ആയിരിക്കും. ഇറിഗേഷൻ കനാലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ. ഇനി 84. If the crop requires 13 watering at an interval of 10 days and a water depth of 10 centimeter in every watering, the delta for the crop is. Delta എന്ന് പറയുന്നത് ടോട്ടൽ ഡെപ്ത് റിക്വയർഡ് ബൈ ദ ക്രോപ്പ് ആണ്. നമ്മൾ 10 ദിവസം കൂടുമ്പോൾ 13 തവണ വാട്ടർ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോ 13 × 10 എന്ന് പറയുമ്പോൾ 130 സെന്റിമീറ്റർ ആണ് അവിടെ ഡെൽറ്റ പറയുന്നത്. നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ 130 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 1.3 മീറ്റർ ആണ്. അപ്പൊ നമ്മൾ 84ന്റെ ആൻസർ എ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി 85. ഹൈഡ്രോ ഇലക്ട്രിക് വർക്ക് കംപ്രൈസസ് ഓഫ് ദ ഫോളോയിങ് കോമ്പണന്റ്: സർജ് ടാങ്ക്, റിസർവോയർ, പെൻസ്റ്റോക്ക്, ബേം. ബേം എന്തായാലും വരില്ല. ബേം നമ്മൾ കനാലിന്റെ ക്രോസ് സെക്ഷനിൽ പറയുന്ന ഒരു ടേം ആണ്.
സർച്ച് ടാങ്ക് റിസർവോയർ പെൻസ്റ്റോക്കിൽ നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ ആകെ 1 and 2, 2 and 3 അങ്ങനെ 2 ഓപ്ഷൻ അവിടെ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും ഒരു റിസർവോയർ വേണം, പിന്നെ ഹൈഡ്രോളിക് പവർ ചെയ്യാൻ നമ്മൾ വാട്ടർ സപ്ലൈ ചെയ്യാൻ വേണ്ടി ആ പെൻസ്റ്റോക്ക് എന്തായാലും വേണം. അപ്പൊ നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് 2 and 3 ആണ്. പിന്നെ പെൻസ്റ്റോക്കിൽ വാട്ടർ ഹമർ വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരാളാണ് സർച്ച് ടാങ്ക്. അത് ഹൈഡ്രോഇലക്ട്രിക് വർക്കിൽ വരും, പക്ഷെ നമുക്ക് 2 ഓപ്ഷൻ എടുക്കുമ്പോൾ അതിൽ കൂടുതൽ ചാൻസസ് ഉള്ളത് റിസർവോയറും പെൻസ്റ്റോക്കിനുമാണ്. ഓപ്ഷൻ ബി ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. In 86, the intake structure convey water to penstock from. പെൻസ്റ്റോക്കിൽ എവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നതെന്നാണ് ചോദ്യം. ഇൻടേക്ക് സ്ട്രക്ചർ ആണ് വെള്ളം എടുക്കാൻ യൂസ് ചെയ്യുന്നത് നമ്മൾ സ്ട്രക്ചർ. അത് 4 നിന്ന് വെള്ളം എടുത്ത് പെൻസ്റ്റോക്കിന് കൊടുക്കും. അപ്പൊ 4 ആണ് ഇവിടുത്തെ ആൻസർ. അടുത്തത് 1 ഹെക്ടർ മീറ്റർ. ഹെക്ടർ എന്ന് പറയുന്നത് 10⁴ മീറ്റർ സ്ക്വയറും 1 മീറ്ററും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു വോളിയത്തിന്റെ യൂണിറ്റ് കിട്ടും. 10⁴ മീറ്റർ ക്യൂബ് ആണ് 1 ഹെക്ടർ മീറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹൈഡ്രോഗ്രാഫ്. ഹൈഡ്രോഗ്രാഫിലെ ഓർഡിനേറ്റ് ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓർഡിനേറ്റ് ഉണ്ട്, ആക്സിസ് ഉണ്ട്. ആക്സിസ് ആയിട്ട് നമ്മൾ ടൈം എടുക്കുന്നത്. ഡിസ്ചാർജ് വേഴ്സസ് ടൈം ആണ് ഹൈഡ്രോഗ്രാഫ് വരുന്നത് കൊണ്ട് നമുക്ക് ഓർഡിനേറ്റ് ഡിസ്ചാർജ് ആയിട്ട് പറയാം. ഡിസ്ചാർജ് ഓൺലി 1 ഓപ്ഷൻ സി ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കേട്ടോ. ഇനി 89, the canal which carries water directly from the river. റിവറിൽ നിന്ന് എടുക്കുന്ന കനാൽ എന്നാണ് ചോദ്യം. അത് മെയിൻ കനാൽ ആണ്, ഡയറക്ട്ലി ഫ്രം ദ റിവർ എടുക്കുന്ന കനാൽ. ഇനി 90, ഇൻ സൈഫൺ. സൈഫന്റെ കേസ് എന്ന് പറയുമ്പോൾ കനാൽ സൈഫൺ അല്ലെങ്കിൽ ചുമ്മാ സൈഫൺ എന്ന് പറയുന്നത് ഒരു ഡ്രെയിനേജ് ഓവർ കനാൽ ആണ്. അപ്പൊ ഇത് സൈഫൺ എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ഫുൾ സപ്ലൈ ലെവൽ ഓഫ് ദ കനാൽ ഇസ് മച്ച് എബോവ് ദ ബെഡ് ലെവൽ ഓഫ് ദ ഡ്രെയിനേജ് സ്ട്രക്ചർ. അപ്പൊ കനാൽ താഴെ പോകുന്നു, ഡ്രെയിനേജ് മള്ളിക്കൂടി പോകുന്നു, പക്ഷെ ഫുൾ സപ്ലൈ ലെവല് എന്താ പറയുക ഓപ്പൺ ഫ്ലോ അല്ല, അവിടെ ഒരു കനാൽ സൈഫോണിക് ആക്ഷൻ വഴി പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ ആൻസർ പറയുന്നത് ഫുൾ സപ്ലൈ ലെവൽ ഓഫ് ദ കനാൽ ഇസ് മച്ച് എബോവ് ദ ബെഡ് ലെവൽ ഓഫ് ദ ഡ്രെയിനേജ് സ്ട്രക്ചർ ആണ്. നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കീ. ഇനി നമുക്ക് ഫൈനൽ 10 ക്വസ്റ്റ്യൻ ഫ്രം SOM മെക്കാനിക്സ് ആൻഡ് SOM എന്നാണ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്നാണ്. അപ്പോ 91, the resistance set up by the molecules of the material to deformation due to the application of external force. external force apply ചെയ്യുമ്പോൾ അവിടെ ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് വരും. അങ്ങനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ് ആണ് ആൻസർ ആയിട്ട് തന്നെ, ഓപ്ഷൻ സി. ഇനി 92, റേഡിയസ് ഓഫ് ഗൈറേഷൻ ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം. അപ്പൊ നമ്മൾ ആക്സിസ് ഓഫ് റെഫറൻസിൽ നിന്ന് ബോഡീനെ എത്ര മാറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. ഇത് ആക്സിസ് ഓഫ് റിഫറൻസിൽ നിന്നുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. In 93, the surface on the point of motion, the force of friction is maximum and this friction is maximum friction is called as. Maximum friction ആണ് നമ്മുടെ limiting friction. ഇതാണ് ഇവിടുത്തെ ചോദ്യം. Limiting friction ആണ് ആൻസർ. Limiting friction. Okay, option A limiting friction ആണ് ആൻസർ. ഇനി 94, the process of finding the components of the force in a specified direction. അപ്പൊ നമുക്ക് റിസോൾവ് ചെയ്യാല്ലേ, മാഗ്നറ്റിക് റെസൊല്യൂഷൻ റിസോൾവ് ചെയ്യാന്നാണ് ഇതിന് പറയുന്നത്. അപ്പൊ റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് ആണ് നമ്മളെ ഓരോ കോമ്പണൻസ് കണ്ടുപിടിക്കാം, സിഗ്മ എക്സ് സിഗ്മ വൈ ഒക്കെ കണ്ടുപിടിക്കുന്നതെന്ന് പറയുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്, മൊമെന്റ് ഓഫ് റിസൾട്ടന്റ് ഓഫ് നമ്പർ ഓഫ് ഫോഴ്സസ് about any point is equal to the algebraic sum of moment of all forces about that point. ഇത് വേരിക്നസ് തിയറം ആണ്, പക്ഷെ ഓപ്ഷൻസിൽ ഒരാളും കൂടി പറയണം, കാരണം എല്ലാ ഓപ്ഷൻസിലും 2 ആൾക്കാരുണ്ട്. മൊമെന്റ് ഓഫ് ഫോഴ്സ്, പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്, ലാമീസ് തിയറം, വേരിക്നസ് തിയറം. ഈ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് മൊമെന്റ് ഇസ് ഈക്വൽ ടു ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് അല്ല മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് അല്ലെങ്കിൽ വേരിക്നസ് തിയറം ആണ് നേരത്തെ പറഞ്ഞ ഇപ്പൊ വായിച്ച ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷൻ 4, ഓപ്ഷൻ സി 2 and 4 ആയിട്ട് നമുക്ക് എക്സ്പെക്ട്. Okay, in 96, in the absence of definite yield point, the 0.2% of proof stress is taken as. അപ്പോൾ definite yield point ഇല്ല, നമ്മൾ ഓഫ്സെറ്റ് മെത്തേഡിൽ ഒരു 0.2% proof stress എടുക്കുന്നു, കറസ്പോണ്ടിങ് സ്ട്രെങ്ത് കണ്ടുപിടിക്കും. അതിനാണ് നമ്മൾ yield point അല്ലെങ്കിൽ അത് yield strength എന്ന് പറയും. Okay, 97, if the force acting on a point on the rigid body is shifted to another point which is on the same line of action of the force, the external effect of the ഫോഴ്സ് ഓഫ് ദ ബോഡീസ്. അപ്പൊ ലൈൻ ഓഫ് ആക്ഷനിൽ കൂടിയാണ് ആ ഫോഴ്സ് പോകുന്നത്. നമ്മൾ അതിന്റെ ഏതൊരു ഭാഗത്ത് കൊണ്ട് വെച്ചാലും അതിന്റെ എഫക്ട് ചേഞ്ച് ചെയ്യുന്നില്ല, റിമെയിൻസ് അൺചേഞ്ച്ഡ് എന്ന് പറയുന്നതാണ് അതിന്റെ ആൻസർ. ഇനി ഒരു പ്രോബ്ലം ആണ്, ഫോഴ്സ് ഓഫ് ദ 10 Newton is acting on a point which makes 30 degree with horizontal. 30 degree with the horizontal ആണ് നമ്മൾ അത് റിസോൾവ് ചെയ്യുക. f sin 30 x cos 30. അപ്പൊ കോമ്പണന്റ് ഇൻ ദ ഡയറക്ഷൻ എന്ന് പറയുന്നത് sin 30 എന്നുള്ള കോമ്പണന്റ് വരും. sin 30 1/2 ആണ്. അപ്പൊ 10 × 1/2 ആൻസർ 5 ആണ്. ഓപ്ഷൻ ബി. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ടാൻ വാല്യൂ ഓഫ് ടാൻ തീറ്റ, ടാൻ 5 ആണല്ലേ, ടാൻ 5 ആണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ ഫോഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 100 Newton and 200 Newton
acting at a point O, if the angle between the forces 60 degree, determine the magnitude of resultant force. Simple parallelogram force ആണ് root of p square plus q square plus 2pq cos theta. Cos 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്, ഇവിടെ p 100 ആണ്, q 200 ആണ്. നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് റൂട്ട് ഓഫ് എന്നൊക്കെ കിട്ടും. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷന്റെ സ്ക്വയർ എടുത്തു കൊടുക്കുക, അതിന് ഈക്വൽ ആയിട്ട് വരുന്നതൊക്കെ ചെയ്ത് നോക്കാനുള്ള സമയം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോ ഒരു 7 പോയിന്റ് റൂട്ട് ഓഫ് 7 സംതിങ് എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ ഓരോ ഓപ്ഷൻസ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ കിട്ടും. ഓപ്ഷൻ എ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഇവിടെ 265 ന്യൂട്ടൺ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ഗ്രേഡ് 2 എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കീ ആണ് നമ്മൾ പറഞ്ഞത്. BSc കീ നമ്മൾ വരുമ്പോൾ ചില ചേഞ്ചസ് ഉണ്ടോ എന്ന് അറിയാം, എന്തെങ്കിലും ക്യാൻസൽ ഉണ്ടോ എന്നൊക്കെ ഫൈനൽ കീ വരുമ്പോൾ നമുക്ക് അറിയാം. സോ എക്സാം കഴിഞ്ഞു. ഒരു എക്സാം സീസണിന്റെ ഞാൻ പറഞ്ഞു ഈ വർഷത്തെ അവസാനത്തെ എക്സാം ആണ്. ഇനിയും എക്സാംസ് വരാനുണ്ട്. അപ്പൊ ഇനി വരാൻ പോകുന്നത് AE എക്സാമിന്റെ ഒരു സീസൺ ആണ്. നമുക്ക് ഡിസംബറിൽ ഉണ്ടായിരുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് AE എക്സാം പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. ആസ് പെർ ഇലക്ഷൻ നമുക്ക് ഒരു 80 ദിവസം കൂടി കൂട്ടിയിട്ടുണ്ട്. ഫെബ്രുവരി 4 നമ്മുടെ PWD AE എക്സാം എന്ന് പറയുന്നത്. കൊളിമതയിൽ നമ്മുടെ AE ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവര് കോണ്ടാക്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന ഗ്രൂപ്പ്, വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് തന്നിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ബിടെക് ഉള്ളവരെ എല്ലാവരും നമ്മൾ പറഞ്ഞു AE, PCB AE, PWD AE ഒക്കെയാണ് എക്സാം വന്നത്. ഇനി ഡിപ്ലോമ ഹോൾഡർ, ITR ഹോൾഡർ വിഷമിക്കേണ്ട. നമുക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്ന ഒരു പോസ്റ്റ് ആണ് LSTD തന്നെ ഗ്രേഡ് 3 എന്ന് പറയുന്നത്. എൻട്രി ലെവൽ പോസ്റ്റ് ആണ്. അതിൽ ഒരിക്കലും നമുക്കൊരു പ്രൊമോഷൻ ആയിട്ട് കയറി വരുന്ന ഇതൊന്നും വരുന്നില്ല. നമ്മൾ എക്സാം എഴുതി കയറുന്ന ഒരു പോസ്റ്റ് ആണ് ഗ്രേഡ് 3 എന്നുള്ളത്. അപ്പോൾ ബിടെക് അല്ലാത്ത എല്ലാവർക്കും അത് ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. നമ്മുടെ ക്ലാസ്സിൽ തന്നെ നമ്മുടെ നിമി ബേസ്ഡ് ക്ലാസ്സസ് നടക്കുന്നുണ്ട്. മോക്ക് ടെസ്റ്റ് എന്നല്ല, റെഗുലർ ആയിട്ട് നമുക്ക് മോഡൽ ടെസ്റ്റ് ഒക്കെ നടക്കാറുണ്ട്. നമ്മൾ മോഡൽ ടെസ്റ്റിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. പഠിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. എക്സാംസ് ഒക്കെ സ്ഥിരമായി അടുത്ത വർഷം കൂടുതൽ എക്സാംസ് ഉണ്ടാവും. എല്ലാവർക്കും പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഒക്കെ വരുന്നവരെ എല്ലാവരും പഠിക്കുക. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. വേറൊരു സെഷൻ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.